Hey Parayallis, welcome back to Mayapara. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ ഐഫോൺ 16ന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു കളർ നമ്മൾ മേടിച്ചിരിക്കുന്ന ടീൽ എന്ന് പറഞ്ഞ കളറാണ്. എനിവേ ഡിലേ ചെയ്യാതെ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഫോൺ 16 ഇവിടെ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാൻ 2 ടാബ് വരുന്നുണ്ട് മണ്ടയ്ക്കും താഴെ. നമുക്ക് ആദ്യത്തെ തന്നെ ഒന്ന് പീൽ ചെയ്യാം. അതേപോലെ താഴത്തെ നമുക്ക് പീൽ ചെയ്യാം. ഐഫോൺ 16 ടീൽ കളർ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. Wow, that looks really nice. തൽക്കാലം നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബോക്സിൽ വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഐഫോണിൻ്റെ കൂടെ ഒരു ബ്രെയ്ഡഡ് ചാർജറാണ് കിട്ടുന്നത്. ഇത് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജറാണ്. അതേപോലെ നമുക്ക് ഒരു പിൽ ഷേപ്പ് ബുക്ക്ലെറ്റ് ആണ് ഇവിടെ വരുന്നത്. ബുക്ക്ലെറ്റിൻ്റെ ഡിസൈൻ മാറ്റി. ഓക്കെ, ഇതിനകത്ത് സ്റ്റിക്കർ ഇല്ല, വേറെ ഒന്നും ബോക്സിലില്ല. ഇനി നമുക്ക് നമ്മുടെ ഐഫോൺ 6ന്റെ ഫ്രണ്ടിലത്തെ ആ പേപ്പർ ഒന്ന് പീൽ ചെയ്യാം. അത് കേൾക്കുന്നതിൻ്റെ ഒരു സുഖം. ഇനി നമുക്ക് ഇതിന്റെ ബിൽ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കാം. ബിൽ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൈഡിൽ അലൂമിനിയം റെയിലിംഗ് ആണ് വരുന്നത്. ഐഫോൺ 15 വരുന്നതിൻ്റെ കൂടെ തന്നെ. പിന്നെ ഇതിന്റെ പുറകിൽ വരുന്നത് കളർ ഇൻഫ്യൂസ്ഡ് ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. അത് മാത്രമല്ല ഇപ്പൊ പുതിയ ഐഫോൺ 16 സിറാമിക് ഷീൽഡ് എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. അതായത് ഇതിപ്പോ നമ്മൾ ഫോൺ കയ്യിൽ നിന്ന് താഴെ പോവാണെങ്കിൽ വലിയ രീതിയിലുള്ള പൊട്ടൽ വരത്തില്ല എന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് വോയിസിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. പിന്നെ പുറകിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറയുടെ ആ ഒരു ഓറിയന്റേഷൻ അവർ മാറ്റി. ഇപ്പോൾ ഒരു വെർട്ടിക്കൽ രീതിയിലാക്കി. ആൻഡ് ക്യാമറയുടെ ലെൻസ് ഏകദേശം ഐഫോൺ 15 എത്രത്തോളം വലിപ്പമുണ്ട്. എനിക്കിവിടെ ഐഫോൺ 15 ഉണ്ട്, നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഫ്ലാഷ് ലൈറ്റ് ഇവിടെ അത് സെപ്പറേറ്റ് ആയിട്ടാണ് ആക്കിയത്. അപ്പൊ അത് ഇച്ചിരി കൂടെ വ്യത്യാസം അങ്ങനെയൊക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെയുള്ളൂ വ്യത്യാസം എന്ന് പറയാം. ആക്ച്വലി ദാറ്റ്സ് നോട്ട് ട്രൂ. ബട്ടൺസിലാണ് കുറച്ച് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇപ്പോഴും ഉള്ളതിന്റെ ഒരു ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല തൊട്ട് താഴെ ഇപ്പം ക്യാമറ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇതിന്റെ ഉപയോഗം എന്താ വെച്ചാൽ നമ്മൾ ക്യാമറ ഉപയോഗിക്കുമ്പോൾ ഓരോ സെറ്റിംഗ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ക്ലിക്കബിൾ ആണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഓർത്തത് ജസ്റ്റ് ഒരു ഗ്ലാസ് മാത്രമാണെന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. പക്ഷേ ഇത് ക്ലിക്കബിൾ ആണ്. സത്യം പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇതൊരു ടച്ച് ഐ ഡി പോലെ ആക്കാമായിരുന്നു. ഇപ്പം ഫേസ് ഐഡിയും ടച്ച് ഐ ഡി ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അതാണ് പുതിയ ഒരു ബട്ടൺ ഈ ഐഫോൺ 16ലും 16 പ്രോയിലും വരുന്നത്. അത് മാത്രമല്ല നമ്മൾ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു കസ്റ്റം ബട്ടൺ വരുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐഫോൺ 15 പ്രോയിലായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും ഇവിടെയുണ്ട്. ഏകദേശം ഈ ഒരു ഫോൺ ലൈറ്റർ ആണ്. ഐഫോൺ 15നെക്കാട്ടും ലൈറ്റർ ആണ്. എന്റെ ഐഫോൺ 15 പ്രോ ആണ് റൈറ്റ് സൈഡ് ഇരിക്കുന്നത്. സോ കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് മച്ച് ലൈറ്റർ ദാൻ ദാറ്റ്. 170 grams ആണ് ഉള്ളത്. ക്യാമറയെ കുറിച്ച് എന്തൊക്കെയാ വെച്ചാൽ മെയിൻ ക്യാമറ 48 മെഗാ പിക്സലും പിന്നെ അൾട്രാ വൈഡ് ക്യാമറ 12 മെഗാ പിക്സലും ആണ്. ഈ പുതിയ ഐഫോൺ 16ൽ ആപ്പിൾ ഇന്റലിജൻസ് പറഞ്ഞൊരു പുതിയ ഫീച്ചർ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ചാറ്റ് GPT ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷനാലിറ്റി ആണ് നമുക്ക് ഈ ഐഫോൺ 16ൽ കിട്ടുന്നത്. അത് 16ലും 16 പ്രോയിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. എനിവേ നമുക്ക് ഇനിയും ഈ ഒരു ഫോൺ ഡയറക്റ്റ് സൺലൈറ്റിൽ ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കളർ പോപ്പ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇച്ചിരി പെയിലാണ്, പക്ഷെ എന്നാലും നല്ലൊരു രസമാണ് കാണാൻ. ആൻഡ് ഇതൊരു അലൂമിനിയം റെയിലിംഗ് ആയതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് ഒന്നും വലിയ രീതിയിൽ അറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഈ കളർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് ഓൺ ആക്കി നോക്കാം. ഇപ്പം കസ്റ്റം ബട്ടണും പിന്നെ ക്യാമറ കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുതിയതായിട്ട് ഡിസ്പ്ലേയിൽ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഐഫോൺ 16 ഇവിടെ ഓൺ ആക്കിയപ്പോൾ തന്നെ ആദ്യം കാണിക്കുന്നത് ആക്ഷൻ സെറ്റിംഗ്സ് കൺഫിഗർ ചെയ്യാനാണ്. ഈ ഒരു ബട്ടൺ കൊണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. തൽക്കാലം നമുക്ക് സൈലൻസ് മോഡിൽ തന്നെ ഇട്ട് കണ്ടിന്യൂ ചെയ്യാം. അടുത്തായിട്ട് കാണിക്കുന്ന ക്യാമറ കൺട്രോൾ ആണ്. അത് നമുക്ക് ജസ്റ്റ് ആ ഒരു ഇൻഫർമേഷൻ തരുന്നുള്ളൂ. ഒരു ചെറിയൊരു ഡെമോയും കാണിച്ചായിരുന്നു. അത് കാണിച്ചാൽ ജസ്റ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ മാത്രം മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഫോൺ 6ന്റെ പുതിയ ക്യാമറ കൺട്രോൾ ഫീച്ചർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ ഇതിപ്പം ലോക്ക് ആണെങ്കിൽ ഈ ഒരു ക്യാമറ ബട്ടൺ ഞെക്കുവാണെങ്കിൽ ഇത് ലോക്ക് സ്ക്രീനിലോട്ട് പോകും. നമ്മളത് ഫേസ് ഐ ഡി വെച്ച് ഉപയോഗിക്കുമ്പം ഇത് അൺലോക്കായി ഹോം സ്ക്രീനിലോട്ട് പോകും. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി ഇവിടെ ഞെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഷോർട്ട് കട്ട് പോലെ നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷൻ ഇത് ഓപ്പൺ ആക്കും. ഓപ്പൺ ആക്കി കഴിഞ്ഞ് നമ്മൾ ഇത് ഒരു തവണ നല്ല ഹെവി ആയിട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ അതൊരു ഫോട്ടോ എടുക്കും. നമുക്കൊന്ന് കാണാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പം നമുക്കൊരു ഫോട്ടോ കിട്ടും. അത് മാത്രമല്ല ഇതിനൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ബട്ടണിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി ഒരു പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സ്ലൈഡർ കാണാൻ പറ്റും. ഇത് ഒന്ന് യൂസ് ടു ആകാൻ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് 2 തവണ അതേപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ അത് ഹെവി പ്രസ് അല്ല, ജസ്റ്റ് ഇങ്ങനെ 2 തവണ ഞെക്കുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ കിട്ടും. അതിൽ നമുക്ക് കുറച്ച് ക്യാമറ കൺട്രോൾ ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം മിക്കവാറുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ സ്ലൈഡർ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡെപ്ത് നമുക്കൊന്ന് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ നോക്കാം. അത് നമ്മൾ സെലക്ട് ചെയ്യാൻ അത് തന്നെ ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് പ്രസ് ചെയ്തിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ചിരിക്കുന്ന മുഖം. നമുക്കതിൻ്റെ ആ ഒരു ഡെപ്ത് എഫക്റ്റ് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര സൂമായി പോയി പോകാൻ കുറച്ച് സമയം എടുക്കും ഒന്ന് യൂസ് ടു പോകാൻ. ഓക്കെ, there we go. That's much better. കൺട്രോൾ ഒന്നുകൂടെ പോയിട്ട് നമുക്ക് അത് 2 പ്രസ് ചെയ്ത്
ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആ ഒരു ഡെപ്ത് കൺട്രോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രയോജനം. ഇറ്റ്സ് കൈൻഡ് ഓഫ് റിയലി വിയർഡ് ഫോർ മീ ടു യൂസ് ഇറ്റ്. നാക്കണമായി ഓഡിയോ മിക്സ് എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചറിൻ്റെ ഡെമോ കാണാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വീഡിയോ. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഡിയോ മിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ലെഫ്റ്റ് സൈഡ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ്, ഇൻ ഫ്രെയിം, സ്റ്റുഡിയോ ആൻഡ് സിനിമാറ്റിക്. നമുക്കപ്പോൾ സ്റ്റാൻഡേർഡ് തന്നെ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അവൾ സംസാരിക്കുന്ന സെയിം സമയത്ത് തന്നെ ഞാനും ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എന്താ പറയാൻ നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇൻ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. ആവശ്യത്തിനായുള്ള യാത്രകളെല്ലാം നടത്തുന്നത്. അങ്ങനെ ഇരിക്കും അദ്ദേഹം തന്റെ ഒട്ടകവുമായി മടങ്ങിയ യാത്ര. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് എന്റെ വോയിസ് കംപ്ലീറ്റ് ആയിട്ട് 100% ട്യൂൺ ഡൗൺ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഐഫോൺ 6ന്റെ ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 6ന്റെയും 14 പ്രോന്റെയും മെയിൻ ക്യാമറ കമ്പാരിസൺ. നമുക്കിനി അൾട്രാ വൈഡ് ഒന്ന് നോക്കാം. ഇതാണ് അൾട്രാ വൈഡ് വ്യൂ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 16ന്റെയും 15ന്റെയും ബാക്ക് ക്യാമറ കമ്പാരിസൺ. 48 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് രണ്ടിലുള്ളത്. ഇനി നമുക്ക് അൾട്രാ വൈഡ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 6ന്റെയും 15 പ്രോന്റെയും അൾട്രാ വൈഡ് ക്യാമറ. 12 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അവസാനമായിട്ട് ഞങ്ങൾ പറയാൻ പോകുന്നത്, ഇഫ് ദിസ് ഡിവൈസ് ഈസ് വർത്ത് യുവർ മണി. നിന്റെ അഭിപ്രായം എന്താ? നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കളറാണ്. ഫ്രണ്ട്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്യാമറ ഇച്ചിരി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഡെഫിനറ്റ് ആയിട്ട് 14ഉം ഇതും വലിയൊരു വ്യത്യാസം വരുന്നത്. 15 പ്രോയും ഇതുമായിട്ട് വലിയൊരു വ്യത്യാസം വരുന്നില്ല. കമ്പാരിസൺ നോക്കുമ്പോൾ എനിക്കത് സെയിം ആയിട്ടാണ് തോന്നുന്നത്. ഈ ഐഫോൺ 16 ബേസ് വെർഷനിൽ A18 ചിപ്പാണ് വരുന്നത്. അപ്പോൾ ആ സെയിം ചിപ്പ് തന്നെയാണ് ഐഫോൺ 16 പ്രോയിലും വരുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഐഫോൺ 16 പ്രോയിൽ കിട്ടുന്ന സെയിം ആ ഒരു ബെഞ്ച് മാർക്ക് അല്ലെ, ആ ഒരു സെയിം സ്പീഡും എല്ലാം തന്നെ നമുക്ക് ബേസ് വെർഷനിൽ കിട്ടും. ബിസൈഡ്സ് ദാറ്റ് ഈ കളറാണ് മെയിൻ റീസൺ അല്ലെ, കളർ മാത്രമേ ഉള്ളൂ. പിന്നെ ആപ്പിൾ ഇന്റലിജൻസ്, ഈ A18 ചിപ്പ് ആയതുകൊണ്ട് തന്നെ ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു പുതിയ ഫീച്ചർ വരുന്നുണ്ട്. അത് പക്ഷെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല, അത് അവൈലബിൾ ആക്കുന്ന എന്നാന്ന് പോലും അറിയാം. ഇത് ആദ്യമായിട്ടാണ് ആപ്പിൾ ഒരു പുതിയ ഐഫോൺ ഇറക്കിയിട്ട് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തരായിരിക്കുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് അത് ഇനിയും അവൈലബിൾ ആകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു റിവ്യൂ ചെയ്യാം. നിന്റെ അഭിപ്രായത്തിൽ ഇതെങ്ങനെയുണ്ട്? വർത്തിട്ടാണ്? ഐഫോൺ 15 ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത് മേടിക്കില്ലെന്നേ പറയത്തുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ, അതായത് ഐഫോൺ 16 പ്രോ മേടിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് 16 പ്രോ മേടിക്കാനായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനിപ്പം പുതിയതായിട്ട് 48 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ക്യാമറ കൺട്രോൾ ഇറ്റ്സ് നോട്ട് വെരി കംഫർട്ടബിൾ. ഒരു ഹാർഡ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ ഇച്ചിരി അനങ്ങും. അപ്പോൾ സിംഗിൾ ഹാൻഡിൽ ഇങ്ങനെ നമ്മൾ ഞെക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് എനിക്ക് കാണാൻ പറ്റും. ഞാൻ ഞെക്കുമ്പോൾ തന്നെ ഫോൺ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ആ ഒരു ഷേക്കിനെസ് നമ്മുടെ ഫോട്ടോയിൽ കാണാൻ പറ്റും. അതുമല്ല ഇച്ചിരി വിയേർഡ് ആണ്. ഐ ജസ്റ്റ് ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ യൂസിങ് ഇറ്റ് യെറ്റ്. കുറച്ച് കഴിയുമ്പോൾ മേ ബി ഐ വിൽ ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ്. ആ ഒരു സെയിം ബട്ടൺ, അതായത് ഇതും ആദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷം ഐഫോൺ 15 പ്രോയിൽ കസ്റ്റം ബട്ടൺ കൊണ്ടുവന്നു, 15ൽ അവൈലബിൾ അല്ലായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് 2 ബട്ടണും അവൈലബിൾ ആണ്. അതായത് ഐഫോൺ 16 പ്രോയ്ക്ക് കിട്ടുന്ന ഏകദേശം എല്ലാ ഫീച്ചേഴ്സും ഐഫോൺ 16ലും ഉണ്ട്. നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, അതനുസരിച്ച് ഒരു ഫോൺ എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഇത്രേ ഉള്ളൂ അല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. ആദ്യമായിട്ടാണ് ഭാര്യയുടെ ഒരു ഐഫോൺ റിവ്യൂ ചെയ്യുന്നത്. ഇത് ഹോപ്പ്ഫുള്ളി മെനി മോർ വിൽ സീ. എനിവേ, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ കുറേ സമയം എടുക്കും. സോ ഡെഫിനറ്റായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം